കൊല്ലം പുനലൂരിൽ ഹോം സ്റ്റേയിൽ 12 വയസ്സുകാരനോട് ക്രൂരത. പണം മോഷ്ടിച്ചെന്ന് ആരോപിച്ച് 6ാം ക്ലാസ്സുകാരന് കാലിൽ കയറുകെട്ടി കെട്ടിത്തൂക്കാൻ ശ്രമിച്ചതാണ് പരാതി. സംഭവത്തിൽ ലിവിംഗ് വാട്ടർ എന്ന സ്ഥാപനത്തിലെ പാചക തൊഴിലാളിയും കൂട്ടുനിന്നെന്ന പരാതിയിൽ വാർഡനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. സാമ്പത്തികമായ പരാധീനതകൾ നേരിടുന്ന കുട്ടികൾ പഠിക്കുന്ന ഇടത്താണ് ഇത്തരത്തിൽ വല്ലാത്ത ക്രൂരതയുടെ വാർത്ത വരുന്നത്. 30-ാം തീയതി വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. 500 രൂപ എടുത്തെന്നാരോപിച്ചായിരുന്നു 12 വയസ്സുകാരന് നേരെ പാചക തൊഴിലാളിയുടെ അതിക്രമം. കാലിൽ കയറ് കെട്ടി തൂക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കുട്ടിയുടെ പിതാവ് പോലീസിന് നൽകിയിരിക്കുന്ന പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പുനലൂർ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചത്. മകന്റെ കാലിൽ കയർ കെട്ടി ഫാനിന്റെ ഹൂക്കിൽ തൂക്കിയിട്ടെന്ന് കുട്ടിയുടെ പിതാവ്. മുൻപും മകന് സ്ഥാപനത്തിൽ നിന്ന് ഉപദ്രവങ്ങൾ നേരിട്ടിട്ടുണ്ടെന്ന് കുട്ടിയുടെ രക്ഷിതാവ് പറഞ്ഞു. കാലിൽ കയറ് കെട്ടി ഫാനിന്റെ ഹുക്കിനകത്തിട്ടിട്ട് തൂക്കി പകുതി മേളിൽ പിടിച്ചു നിർത്തിയിട്ട് അവനെ ഒത്തിരി അടിച്ചിട്ട് പറഞ്ഞു നീ സത്യം പറയാമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു അങ്ങനെ ചെയ്തിട്ടില്ല. അവൻ കരഞ്ഞു പറഞ്ഞിട്ട് ഇവർ കേട്ടില്ല. പകുതിക്ക് കൊണ്ടത് നേരെ കുഞ്ഞിനെ താഴ്ത്തിട്ടു. കൊച്ചിൻ്റെ ദേഹത്ത് കാലിൽ കെട്ടി കയറിൻ്റെ പാടുണ്ടായിരുന്നു, പിന്നെ പുറത്ത് പാടുണ്ട്, പിന്നെ ഇവിടെ ഇങ്ങനെ അടിച്ച പാടുണ്ട്. നീ വീട്ടിൽ ചെന്ന് നിന്റെ അച്ഛൻ്റെ അമ്മയടുത്ത് പറഞ്ഞാലും നിന്റെ അച്ഛനമ്മേനെ എന്നെ ഒന്നും ചെയ്യത്തില്ല, നിങ്ങൾ പോയിട്ട് ഞാൻ തിരിച്ചു വരത്തില്ല, ഇതിന്റെ ബാക്കി എന്താ ഞാൻ തരാമെന്നാ പറഞ്ഞു. കുട്ടികൾ താമസിച്ചിരുന്ന ഹോസ്റ്റൽ മുറിയാണിത്. 4 വിദ്യാർത്ഥികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതായത് ഈ പൈസ എടുത്തോ എന്നുള്ളത് ഈ ജീവനക്കാരൻ കുട്ടിയോട് ചോദിക്കുന്നു. കുട്ടിയില്ല എന്ന് മറുപടി പറയുന്നു. തുടർന്ന് അവരോട് സ്നേഹപൂർവ്വം ആദ്യം ആ പൈസ നീ എടുത്തിട്ടുണ്ടെങ്കിൽ തരാൻ അയാൾ ആവശ്യപ്പെടുന്നു. കുട്ടി അങ്ങനെ എടുത്തിട്ടേ ഇല്ലെന്ന് പറയുന്നു. തുടർന്ന് ഈ മുറിയിലേക്ക് കയറുകയും ഈ ഫാനിന്റെ ഹൂക്കിൽ കയറ് കെട്ടി ഈ വിദ്യാർത്ഥിയുടെ കാലിൽ കെട്ടി തൂക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ശ്രമം നടത്തിയതിന്റെ പേരിലാണ് കുട്ടി രക്ഷിതാക്കളോട് പരാതി പറയുകയും രക്ഷിതാവ് പോലീസിൽ പരാതി നൽകുകയും ഒക്കെ ചെയ്തിട്ടും ഉണ്ടായിരുന്നത്. കുട്ടിയെ വിരട്ടാൻ വേണ്ടിയാണ് കാലിൽ കയറു കെട്ടിയതെന്ന് ജീവനക്കാരൻ ലിജു പറഞ്ഞിരുന്നതായി സ്ഥാപന ഉടമ പറയുന്നു. മദ്യപാനം കാരണം ഇയാളെ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയതാണെന്നും 30-ാം തീയതിയായിരുന്നു സ്ഥാപനത്തിലെ ലിജുവിന്റെ അവസാന പ്രവൃത്തി ദിനമെന്നും ഉടമ പ്രിൻസ് പറഞ്ഞു. ഈ വ്യക്തി അന്നേ പറഞ്ഞു വിട്ടതാ. പിന്നെ ഈ പുള്ളി ചോദിച്ച് താമസിച്ചോട്ടെ എന്ന് പറഞ്ഞ് വീട് റിപ്പയർ ചെയ്യുന്ന ഒരു മാനുഷിക പരിഗണനയിൽ നമ്മൾ അവിടെ നിർത്തിയതാണ്. ഇദ്ദേഹത്തിന്റെ പാസ്റ്റും മറ്റുള്ളവരും കൊണ്ടുവിട്ടവരും ഒക്കെ റിക്വസ്റ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നിർത്തിയത്. അതുമാത്രമല്ല ഇദ്ദേഹത്തിന്റെ വൈഫ് പ്രഗ്നന്റ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി മാനുഷിക പരിഗണനകൾ ഈ കാര്യത്തിൽ ഉണ്ടായത്. പക്ഷെ നമ്മളിങ്ങനൊരു കാര്യം സംഭവിക്കും നമ്മളും പ്രതീക്ഷിക്കുന്നു. 12 വയസ്സായ ഒരു കുഞ്ഞിനെ കാലിൽ കെട്ടിത്തൂക്കാൻ ശ്രമം നടന്നു എന്നതിൻ്റെ പരാതി പ്രകാരം കുട്ടിയുടെ പിതാവിൻ്റെ മൊഴി എടുക്കുകയും നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പ്രതികളായ 2 പേരുണ്ട്. അവർ 2 പേരെയും അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം അതിൻ്റെ കൃത്യമായിട്ടും നടക്കും. സ്ഥാപനത്തിനെതിരെയും ഈ സ്ഥാപനത്തിലെ കൃത്യമായിട്ടുള്ള ലൈസൻസ് മറ്റു കാര്യങ്ങൾ കൊണ്ടുവന്ന് പരിശോധിച്ച ശേഷം അതിന് ഇല്ല എങ്കിൽ തക്കതായ നടപടി സ്വീകരിക്കുന്നതാണ്. സ്ഥാപനത്തിൽ ജില്ലാ ശിശു സംരക്ഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെത്തി പരിശോധന നടത്തി. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.